അതെ, തിരുപ്പതിയൊക്കെ പോയിട്ടുണ്ടോ? അവിടുത്തെ ചെറിയ കടകളിൽ നിന്ന് ഇതുപോലെ നല്ല ചൂട് ഗോബി റൈസ് കഴിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ഫേവററ്റാണ്. റെസിപ്പി നോക്കിയാലോ? 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 7 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ചധികം തന്നെ കറിവേപ്പില, ക്യാബേജ് ഇതുപോലെ നീളത്തിലരിഞ്ഞത് ഒരു കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത്, ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണം നീളത്തിലരിഞ്ഞത്. പിന്നെ ഇതുപോലെ വേവിച്ച് തണുത്ത ബാസ്മതി റൈസ് ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, സോയാ സോസ്, ക്രഷ്ഡ് പെപ്പർ പൗഡർ, ഗരം മസാല, ഇതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ഗോബി 65, കോളിഫ്ലവർ പെരട്ടി വറുത്തത്. ഒരു വീതി കൂടിയ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും സവാള, കറിവേപ്പില, പച്ചമുളക് ഇവ ചേർത്ത് വീണ്ടും നന്നായി വഴറ്റാം. ഇതുണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റാൻ ശ്രദ്ധിക്കണം, അതാണ് അതിൻ്റെ ഫ്ലേവർ. ഗാർലിക് പേസ്റ്റ് ഒരു 1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ പേസ്റ്റ് ഒരു 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും പച്ചച്ചുവ മാറാനായിട്ട് വഴറ്റി അതിനുശേഷം ക്യാബേജും ക്യാപ്സിക്കവും ചേർത്ത് ഒന്നുകൂടി നന്നായി വഴറ്റാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ക്രഞ്ചിനെസ് പോവാതെ തന്നെ അതിലേക്ക് പൊടികൾ ചേർക്കുക. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ ചെറിയ സ്പൂണിൽ 1.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ചെറിയ സ്പൂണിൽ 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. പൊടികളുടെ പച്ചച്ചുവ മാറാനായിട്ടൊന്ന് വഴറ്റി അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി യോജിപ്പിക്കുക. മസാലയും റൈസും നന്നായി യോജിപ്പിച്ച ശേഷം സോയാ സോസ് ഒരു 1.5 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അത് എല്ലായിടത്തേക്കും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ശേഷം വറുത്ത് വെച്ച ഗോബി 65ഉം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക. ഗോബി റൈസ് റെഡിയായിരിക്കുകയാണ്. ആ കോളിഫ്ലവറിൻ്റെയൊക്കെ ക്രിസ്പിനെസ് പോകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ സെർവ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഫ്ലഫി ആയിട്ട് സ്ട്രീറ്റ് സ്റ്റൈൽ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ഗോബി 65 ക്രിസ്പി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. തിരുപ്പതിയിൽ ആ കടകളിൽ അവരത് ലൈവായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ട് നിന്ന് ചൂടോടെ മേടിച്ച് കഴിക്കുന്ന ആ ഒരു ഓർമ്മകൾ ഞങ്ങൾ എന്തായാലും ഒന്ന് പുതുക്കി. ട്രൈ ചെയ്ത് നോക്കണേ. എൻജോയ്.